നമസ്കാരം, ഓൺ ദി സ്പോട്ടിലേക്ക് സ്വാഗതം. നവാഗതനായ അൽഫോൺസ് പുത്രൻ നേരം എന്ന ചിത്രത്തിലൂടെ നമുക്ക് നല്ലൊരു നടനെ സമ്മാനിച്ചിട്ടുണ്ട്. ഈ ചിത്രം ഭൂരിപക്ഷം പേരും കണ്ടതായിരിക്കും. ഈ ചിത്രത്തിൽ ജോൺ എന്ന ക്യാരക്ടറെ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ജോൺ നമ്മോടൊപ്പം ഉണ്ട്. ജോൺ തന്നെ പരിചയപ്പെടുത്തും യഥാർത്ഥ പേര്. ഹായ്, ഞാൻ വിൽസൺ ജോസഫ്. ശരിക്കും വിൽസൺ ജോസഫ് അല്ലേ? ശരിക്കും വിൽസൺ ജോസഫ്. ഓക്കെ. ഇപ്പം എന്തായാലും നല്ല നേരമാണെന്ന് തോന്നുന്നു. കാരണം സിനിമ ഇറങ്ങി, വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അത്യാവശ്യം നല്ല നേരമാണ്. ഓക്കെ, എങ്ങനെ നേരത്തിലേക്ക് എത്തി? ഒരു സൗഹൃദമായിരിക്കണം. അതെ, അൽഫോൺസ് പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതൊക്കെയാണ്. ഇതില് ഒട്ടുമിക്ക ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്തുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒരുമിച്ച് പഠിച്ചതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ആലുവയിൽ ഞങ്ങൾ ഒരു ഗോബു സ്കൂൾ ബാർ എന്ന് പറഞ്ഞൊരു സ്കൂൾ ബാറുണ്ട്. അവിടെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കൂടാറുണ്ട്. ഞങ്ങളൊരു ഫ്രണ്ട്സ് സ്കൂൾ ബാർ അവിടെ കൂടാറുണ്ട്. അപ്പോൾ ഫിലിം എന്ന് പറയുന്നൊരു സംഭവത്തിന് വേണ്ടിയാണ് എല്ലാവരും കൂടുന്നത്. ഓക്കെ, ഒരു എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം അതായിരുന്നു ഒരു അൾട്ടിമേറ്റ് ഡ്രീം. അങ്ങനെ ഒരു പടം ചെയ്യണം എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹം. അങ്ങനെ ഒന്നും ചെയ്തു. പക്ഷെ ഇത്രയും ഹിറ്റ് ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വണ്ടടിച്ചിരിക്കുകയാണ്. ജോൺ എന്ന ക്യാരക്ടർ എന്ത് ജോണറാണ്? ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അത്രയ്ക്ക് പറ്റുന്നുള്ളത്. ഞാൻ നിവിന്റെ ക്യാരക്ടറിനെ സഹായിക്കുന്ന ജോൺ എന്ന് പറഞ്ഞ മാത്യുവിന് ഈ കടം കൊടുക്കുകയും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ്. അതൊട്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ ജോൺ ഈ ഒരു ക്യാരക്ടർ, അതായത് സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ച് ഒരുപാട് പേര് നല്ല റിവ്യൂസ് ഒക്കെ പറയുമല്ലോ. ഇതിൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കമന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മളെ വിളിക്കുക, നമ്മുടെ സിനിമ കണ്ടു, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ പെട്ടെന്ന് മറക്കില്ല. ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകനാകാം, അതല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് വലിയ ആൾക്കാരാകാം, അങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത്. ഞാൻ ആക്ച്വലി മലർവാടിയിൽ ഉണ്ടായിരുന്നു. മലർവാടിയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിൽ സെലക്ടഡ് ആയിട്ട് 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 10-20 പേരുണ്ടായിരുന്നു. അതിൽ ക്യാമ്പിലെ ഓഡീഷൻ സെലക്ട് ചെയ്ത് വന്ന എല്ലാവരുമായിട്ടും നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ അതിലെ ഒട്ടുമിക്ക പേരും ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു ഫ്രണ്ട് മാത്രം മിസ് ചെയ്തായിരുന്നു. അവന് പനിയായ കാരണം എത്തിയില്ല. അവൻ പറഞ്ഞത് എനിക്ക് നിന്റെ ഒപ്പം കാണണം, നിന്റെ ഒപ്പം ഇരുന്ന് കാണണം എന്ന് പറഞ്ഞു. ഇനി പോകുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു ഏകദേശം 9 പ്രാവശ്യം ഇപ്പൊ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലൊരു പ്രാവശ്യം പോയപ്പോ അവനെ വിളിച്ചപ്പോ ആള് വന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നത്. ഇത് പിടിച്ചോന്ന് പറഞ്ഞു. നിന്റെ ബർത്ത്ഡേ അല്ലാണോ? നിന്റെ കല്യാണമാണോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു ഇല്ല നീ പിടിച്ചോ. എനിക്ക് വേണ്ട. ഇല്ല നീ പിടിക്ക്. ഇല്ല നീ ആദ്യം പടം കാണും. പടം കണ്ടുണ്ട്. പടം കണ്ടു കഴിഞ്ഞിട്ട് പറയാം. തരണ വേണ്ടി. ഓക്കെ പടം കണ്ടു. പടം കണ്ടു കഴിഞ്ഞപ്പോ ആള് സീറ്റിൽ നിന്നിട്ട് കൈ എന്നിട്ട് ഇനി നീ ഇത് പിടിച്ചോ എന്ന് തന്നു. ആളുടെ ഒരു വരുൺ എന്നാണ്, വരുൺ ശിവൻ എന്ന് പറഞ്ഞ നമ്മുടെ ക്യാമ്പിലുണ്ടായിരുന്നു, മലർവാടിയുടെ ക്യാമ്പ്. മറക്കാൻ പറ്റാത്ത റിവ്യൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഞാൻ പെട്ടെന്ന് എന്റെ കല്യാണം. ഈ സിനിമാ മോഹം ഏത് കാലഘട്ടം? അതായത് സ്കൂളിംഗ് കാലഘട്ടമാണോ, എന്താണ് ഡിഗ്രി ആ ഒരു സമയത്താണ്? എപ്പോഴാണ് കൂടുതൽ സീരിയസ് ആയിട്ട് ഇതാണ് എൻ്റെ പ്ലോട്ട്? എന്താ പറയാ, ചെറുപ്പമല്ല. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും സിനിമ എന്ന് പറഞ്ഞ മോഹം ഉണ്ടാവും. അതുപോലെ നമ്മള് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയത് ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിലൊന്നും TV ഉണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത വീട്ടിൽ പോവുക, അല്ലെങ്കിൽ എൻ്റെ വല്യമ്മയുടെ വീടൊക്കെ ഉണ്ട്, വല്യമ്മയുടെ വീട്ടിൽ പോയി പടം കാണാൻ ഇതായിരുന്നു പണി. ഏറ്റവും കൂടുതൽ അടിയും കിട്ടിയേക്കുന്നതും ഈ കളിക്കാൻ ഇറങ്ങുന്നതിനും സിനിമ കാണാൻ പോകുന്നതിനൊക്കെ ആയിട്ടാണ്. ഇപ്പൊ തല്ലേണ്ടിയിരുന്നില്ല എന്ന് വീട്ടുകാർ ആലോചിക്കുന്നുണ്ടാവില്ലേ? ചിലപ്പോ ഉണ്ടാവായിരിക്കും, അന്നറിയില്ലല്ലോ അങ്ങനെ. അപ്പൊ അവര് സിനിമയോട് ഭയങ്കര താല്പര്യമായിരുന്നു, സിനിമ കാണാൻ വേണ്ടി ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ സിനിമയിൽ എത്തിപ്പെടണം എന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ വളർന്ന് വന്നു കഴിയുമ്പോ അത് നമുക്കൊരു വേറെ ലോകം എന്നുള്ളൊരു തോന്നലായിരുന്നു. നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു. പക്ഷെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോ നമ്മള് അടുത്തടുത്തേക്ക് സംഭവങ്ങൾ അതിലേക്ക് നടന്നു നീങ്ങി. അപ്പത്തേക്കും നമുക്ക് മനസ്സിലായി നമുക്ക് എത്തിപ്പെടാം എന്നുള്ള
ഇപ്പൊ ഞാനും നീവിനൊക്കെ കുറെ പടങ്ങൾ ഒരുമിച്ച് കാണാൻ പോകാറുണ്ട്. അപ്പൊ ഞാൻ നീവിന് ഒരുമിച്ച് പഠിച്ചു, ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ സ്ക്രീനിൽ ഓരോ ആൾക്കാർ, ഇപ്പൊ ലാലേട്ടൻ നമുക്ക് അവരൊക്കെ വരുമ്പോ ഇതുപോലെ നമുക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കും. അപ്പൊ നീവൻ സൈഡിൽ നിന്ന് പറയും വിചാരിച്ച് ഞാൻ നടക്കാവുന്നുള്ളൂ അങ്ങനെ പറയും. അങ്ങനെ 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 ബിൽഡ് ചെയ്ത് വന്നപ്പോ അൽഫോൺസ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹം കൊണ്ട് നടക്കുന്ന സമയത്ത് എത്ര വർഷമായി നിങ്ങൾ സുഹൃത്തുക്കളാണ്? ഞങ്ങളൊരു +1 +2 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് സുഹൃത്തുക്കൾ. ഏകദേശം ഒരു ഇപ്പൊ നമ്മളിപ്പോ സുഹൃത്തുക്കളെല്ലാരും ഉണ്ട്, നമുക്ക് സിനിമയാണ് മോഹം. സിനിമ നമ്മൾ പെട്ടെന്ന് ഇപ്പോഴത്തെ പോലല്ല, നേരത്തെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നാടകം അതല്ല, അതുമായി റിലേറ്റ് ചെയ്ത ആർട്ട് ഫോംസ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളപ്പം ഏതെങ്കിലും നാടകങ്ങളിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസോ? ഞങ്ങളുടെ പാരിഷില് ഞങ്ങള് ഒരേ പാരിഷ, ഞാൻ അൽഫോൺസ് നിവിൻ ഒരേ പാരിഷാണ്. അപ്പൊ അവിടെ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. അതില് ഞങ്ങളുടെ CLC ഉണ്ട്, ഈ ഒരു ക്രിസ്ത്യൻ ലീഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അപ്പൊ അതില് ആനിവേഴ്സറി ഒക്കെ ഉണ്ടാകുമ്പോൾ നാടകം, ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതില് മോഡേൺ രാമായണം എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. സീതയായിട്ട് അഭിനയിച്ച നിവിനാണ് ഇപ്പൊ അത് പുതിയൊരു വിവരമായിരിക്കും. അപ്പൊ താങ്കളായിരുന്നു രാമൻ? ഇല്ല, ഞാൻ പ്രവർത്തനത്തിലായിരുന്നു, സ്ക്രിപ്റ്റിംഗിന്റെ കാര്യത്തിലൊക്കെ ആയിരുന്നു ഞാൻ അന്ന് അഭിനയിച്ചിട്ടുള്ള. അത് കഴിഞ്ഞിട്ടുള്ള നാടകത്തിലാണ് ഞാൻ അഭിനയിച്ചത്. ഓക്കെ. അപ്പൊ ആരാധകരൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കോളേജിൽ? വിഷു ആ ചേട്ടൻ മറ്റേ നല്ല കണ്ടു ആൾക്കാര് പറയുമല്ലോ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമല്ലോ. ഓക്കെ. അപ്പൊ ആ പെൺകുട്ടിയുടെ പേരും കൂടെ ഒന്ന് പറഞ്ഞേരെ. അങ്ങനെ ഓർക്കണമൊന്നുമില്ല, ഞാനങ്ങനെ ആരാധകരുടെ പേരെങ്ങനെ ഓർത്തിരിക്കാറില്ല. വളരെ നല്ല കാര്യം. പ്രണയം, വിവാഹം, ഇതിനെ പറ്റിയൊക്കെയുള്ള സങ്കല്പം കേൾക്കട്ടെ. വിവാഹം നല്ല കാര്യമല്ലേ? വളരെ നല്ല കാര്യമാണ്. പ്രണയിച്ചിട്ടുണ്ടോ? എന്ത് ചോദ്യം? സീരിയസ് ആയിട്ട് പ്രണയിച്ചിട്ടില്ല? സീരിയസ് ആയിട്ട് ഒരിക്കലും മാത്രം പ്രണയിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രണയിച്ചിട്ടില്ല. പൊട്ടിപ്പോയി? പൊട്ടിപ്പോയി. ഞങ്ങളൊരു 7-7.5 കൊല്ലം പ്രണയിച്ചു. അത് കഴിഞ്ഞപ്പോ കല്യാണം കഴിപ്പിച്ചു വിട്ടു. നമ്മുടെ ജോലി സേഫാക്കിയല്ല, ഒരു നിലയിൽ എത്തിച്ചു. താടിയൊക്കെ വളർത്തി നടന്നോ സമയത്ത്? താടി കുറച്ചൊക്കെ വളർന്നായിരുന്നു. അല്ല, സീരിയസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ ഒരു ഇച്ചിരി ഡസ്പൊക്കെ ആയിരുന്നു. തീർച്ചയായും. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു 3 മാസമെങ്കിലും റിക്കവർ ചെയ്യാൻ വേണമല്ലോ. നല്ലൊരു കറക്റ്റ് ടൈം ആണല്ലോ. ഞാനൊരു 3 മാസം ടൈം എടുത്തു റിക്കവർ ചെയ്യാനായിട്ട്. എനിക്കത് മനസ്സിലാവും. അപ്പൊ ഒരു കാര്യം, നമ്മള് സിനിമയിലേക്ക് വരാം. പുതിയ എന്തെങ്കിലും പ്രോജക്ട്സ്? കാരണം സിനിമ കണ്ടു, ശ്രദ്ധിക്കപ്പെട്ടു. ആ ഒരു പുതിയതൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നോക്കിയിട്ട് നമുക്ക് ആപ്റ്റ് ആവുന്ന ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യാന്നുള്ളത്. ഇപ്പോഴേ തന്നെ നമ്മള് നാട്ടുഭാഷ പറയുകയാണെങ്കിൽ വലിച്ചു വാരി ചെയ്യണമെന്നില്ല, നല്ല സംഭവങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാൻ സംഭവങ്ങൾ ചെയ്യണം. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ എന്റെ ഇപ്പത്തെ, ഞാൻ ഒരിക്കലും ഒരു ബോൺ ആക്ടറാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യങ്ങൾ പഠിച്ചാണ് വന്നത്. അപ്പൊ എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കി ചെയ്യാം. നമ്മുടെ ലിമിറ്റേഷൻസ് നമുക്കറിയാം. അതേ പഠിച്ച് വന്നു കഴിയുമ്പോ ഇനി നല്ല നല്ല വേറെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തുമ്പോ അങ്ങനെ ചെയ്താൽ പോരെ. അപ്പൊ ഇത് മലയാളത്തിലും തമിഴിലും ഉണ്ടായിരുന്നു അല്ലെ? അതെ അതെ. ഈ പെർട്ടിക്കുലർ മൂവി. അപ്പം തമിഴിലെ റിവ്യൂസ് ഒക്കെ എന്താണ്? തമിഴില് ആക്ച്വലി ഞാൻ ആക്ട് ചെയ്തിട്ടില്ല. അല്ല, തമിഴിലെ റിവ്യൂസ് നല്ല റിവ്യൂസ് ആണ്. നല്ല റിവ്യൂസ് ആണ്. ഇനീഷ്യൽ കുറവായിരുന്നു. നിവിനും നസ്രിയ അവിടെ പുതിയ ആൾക്കാരാണ്, അൽഫോൺസും പുതിയ ആളാണ്. അപ്പോൾ ഇനീഷ്യൽ കുറവായിരുന്നു. ഇപ്പൊ നല്ല റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.